നമസ്കാരം. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനായി കൊടുത്ത നോട്ടീസ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചെന്നും മൂന്നാം ഗഡു നൽകിയില്ലെന്നും നോട്ടീസിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഫണ്ടിൽ വലിയൊരു ഭാഗം ലഭ്യമാകാത്തത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അനുവദിക്കേണ്ട ഫണ്ടിൽ ഗണ്യമായ കുറവുണ്ടായെന്നും അനുവദിച്ച തുകയുടെ വലിയൊരു ശതമാനം തുകയും സമയബന്ധിതമായി നൽകിയില്ലെന്നുമുള്ള പരാതി ശക്തമാണെന്നുമൊക്കെ നോട്ടീസിൽ പറയുന്നുണ്ട്. ഇത് കണ്ടതും അനുമതി നിഷേധിച്ച് സതീശൻ സർക്കാർ ഇന്നും സഭ നിർത്തി ചർച്ച ചെയ്യാതെ തടി തപ്പി എന്നുള്ളതാണ്. ആവശ്യത്തിന് തുകയില്ലാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക അനുവദിക്കുകയാണെങ്കിൽ അത് ആശ്വാസമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ആഞ്ഞടിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ അവതരണത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചത് വളരെ വലിയ ഏറ്റവും മോശമായിട്ടുള്ള ഒന്നാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്പിൽ ഓവർ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ അറിയാത്തതല്ലെന്നും ബോധപൂർവം സ്പിൽ ഓവർ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ലെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാർച്ചിലാണ് മൂന്നാം ഗഡു നൽകാൻ നിശ്ചയിച്ചിരുന്നത്. തടസ്സമായി വന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി ചോദിച്ചിരുന്നെന്നും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നും അതുകൊണ്ടാണ് മൂന്നാം ഗഡു അനുവദിക്കാൻ കഴിയാതിരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയായി ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടുകൂടി തന്നെ വി.ഡി. സതീശന്റെ ഈ ന്യായീകരണ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഗിമ്മിക്ക് ക്യാപ്സൂൾ പൊളിഞ്ഞടങ്ങിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നീക്കിയിരിപ്പിൽ നിന്ന് സ്പിൽ ഓവറായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന് നൽകാമല്ലോ എന്നും അതിനുള്ള നടപടിയല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ സത്യത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും ജനങ്ങൾക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. യു.ഡി.എഫ് സർക്കാരിന്റെ സമയത്തെ ബഡ്ജറ്റ് വിഹിതവും എൽ.ഡി.എഫ് സർക്കാരിന്റെ സമയത്തെ ബഡ്ജറ്റ് വിഹിതവും നോക്കിയാൽ നന്നാകുമെന്നും കൂടി എന്ന് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്ന ഒരു കാഴ്ച കണ്ടു. എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് ബഡ്ജറ്റ് വിഹിതത്തിനേക്കാൾ കൂടുതലാണ് ചെലവാക്കിയത് എന്നുള്ള കാര്യവും ബാക്കിയുണ്ടെങ്കിൽ സ്പിൽ ഓവറായി ചെലവാക്കിയിട്ടുണ്ടെന്നും ഒന്നും പിടിച്ചു വെച്ചിട്ടില്ലെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വി.ഡി. സതീശനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. റവന്യൂ കമ്മിറ്റി ഗ്രാന്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കഴിഞ്ഞ സർക്കാർ വെട്ടി കുറച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്ത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും സതീശനടി നടത്തുന്നത് ഒരു സർക്കാരിന് ചേർന്നതല്ല എന്ന് എന്തായാലും വി.ഡി. സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടിയന്തര പ്രമേയത്തിന് ഈ പ്രതിപക്ഷം എന്ത് നോട്ടീസ് കൊടുത്താലും ആ നോട്ടീസ് കണ്ട് ഭയന്നോടുന്ന ഒരു സർക്കാരിനെ നമ്മൾ നിയമസഭയിൽ കാണുകയാണ്. ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് നൽകിയത്. എന്നാൽ അനുമതി നൽകുന്നേയില്ല. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? പാചകവാതക വില വർദ്ധിക്കുന്നത് ജനങ്ങളെ സംബന്ധിക്കുന്ന വലിയ കാര്യമല്ലേ? വലിയ രീതിയിലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ മഴക്കാല രോഗങ്ങളും അല്ലാത്ത ഷിഗല്ല പോലുള്ള രോഗങ്ങൾ, നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുകയാണ്. അപ്പൊ അത് ചർച്ച ചെയ്യണ്ടേ? അതുപോലെ തന്നെ എത്ര വിഷയങ്ങൾ, മദ്യനികുതി കുറയ്ക്കുന്ന വിഷയം, അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുടിപ്പിച്ചു കിടത്തുന്നതിന് തുല്യമല്ലേ? നമ്മുടെ നാടിനെ കുടിപ്പിച്ചു കിടത്തുന്നതിന് തുല്യമല്ലേ? തൂഫാൻ എന്ന് പറയുന്ന ആ പദ്ധതിയെ തകർക്കുന്നതിന് തുല്യമല്ലേ? അത് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. PM ശ്രീ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു വിഷയം പോലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ്. മാധ്യമങ്ങളെ ഭയക്കുന്ന, പ്രതിപക്ഷത്തിനെ ഭയക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും ഒരു സർക്കാരിനെയും നമ്മൾ കാണുകയാണ് എന്നുള്ളത് ഏറെ കൗതുകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നും ഞങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന നമ്മുടെ വി.ഡി. സതീശനും സംഘവും ഇപ്പോൾ മാധ്യമങ്ങളെ ഭയക്കുന്നു, ജനങ്ങളെ ഭയക്കുന്നു, പ്രതിപക്ഷത്തിനെ ഭയക്കുന്നു. എന്തൊരു ഭയമാണ് ഈ സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇനി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച സർക്കാർ നടപടിയെ വിമർശിച്ചെന്ന് ദേശാഭിമാനിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതുകൂടി ഞാൻ വായിക്കാം കേട്ടോ. അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കേണ്ട ഒരു ലേഖനം തന്നെയാണ്. ഒന്ന് വായിക്കാം. മദ്യമൊഴുക്കാൻ നികുതി ഇളവ് എന്നാണ് കേട്ടോ ആ ലേഖനത്തിന്റെ തലക്കെട്ട്. UDF അധികാരം ഏറ്റെടുത്ത് ഒരു മാസം പോലും തികയേണ്ടി വന്നില്ല. അതിനുള്ളിൽ തന്നെ അഴിമതി സർക്കാരിനെ വലയം ചെയ്തു. ആദ്യ ബഡ്ജറ്റ് വമ്പൻ അഴിമതികൾക്കും കോർപ്പറേറ്റ് കൊള്ളകൾക്കും വഴിയൊരുക്കുമെന്ന പ്രതിപക്ഷ നിരീക്ഷണം ശരിവെക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ 21-ന് സെക്രട്ടേറിയറ്റിൽ അഴിമതിയുടെ ആദ്യ ഫയൽ അസാധാരണമായ രീതിയിൽ സജീവമായി.
അത് വികസനമോ ജനക്ഷേമവുമായോ ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രാധാന്യമുള്ള ഫയലായിരുന്നില്ല. മറിച്ച് ബക്കാഡി എന്ന സ്വകാര്യ മദ്യ കമ്പനിക്ക് കോടികളുടെ നികുതി ഇളവ് നൽകാനുള്ള ഗൂഢ നീക്കമായിരുന്നു. 2023 LDF സർക്കാർ ജനതാൽപര്യം മുൻനിർത്തി മാറ്റിവെച്ച അതേ ഫയലാണ് UDF സർക്കാർ വന്നയുടനെ പൊടി തട്ടിയെടുത്തത്. ബക്കാഡിക്ക് വേണ്ടി ഈ ഫയൽ മുഖ്യമന്ത്രി VD സതീശന്റെ മേശപ്പുറത്തെത്തിയത് 2.5 മണിക്കൂർ കൊണ്ടാണ്. മുഖ്യമന്ത്രി കണ്ട ശേഷം മിന്നൽ വേഗതയിലായിരുന്നു കാര്യങ്ങൾ. ജൂൺ 15 മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് 16 അതിരാവിലെ 8:45 അഡീഷണൽ ചീഫ് സെക്രട്ടറി നീക്കിയ ഫയൽ പിന്നീട് 1 മിനിറ്റും 2 മിനിറ്റും ഇടവിട്ടാണ് ഓരോ മേശകളും കടന്നുപോയത്. ഇതൊരു സാധാരണ ഭരണ നടപടിയല്ല, മറിച്ച് സർക്കാരിന് നികുതി നഷ്ടത്തിനും മദ്യ കമ്പനിക്ക് കോടികളുടെ ലാഭത്തിനും ഉതകുന്ന ആസൂത്രണമാണ്. ഇതിന്റെ എല്ലാം വേരുകൾ എവിടേക്കാണ് നീളുന്നതെന്ന് വ്യക്തം. ആദ്യ ബഡ്ജറ്റിൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഭീമമായ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ബക്കാഡിയുമായുള്ള ഡീൽ പാലിച്ചു. സാധാരണ മദ്യത്തിന് 251% നികുതി ഉള്ളപ്പോൾ വീര്യം കുറഞ്ഞതെന്ന വിഭാഗത്തിൽപ്പെടുത്തി നികുതി 120% വെട്ടിക്കുറച്ചു. മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന നികുതി ഏർപ്പെടുത്തുന്നത്. എന്നാൽ മദ്യ മുതലാളിമാർക്ക് കോടികളുടെ നികുതി ഇളവ് നൽകി മദ്യമൊഴുക്കുന്നത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്. ഇതിനെ ന്യായീകരിക്കാൻ ചില സാങ്കേതിക വാദങ്ങൾ ഉയർത്താനാണ് സർക്കാർ ശ്രമം. മിലിറ്ററി, പാരാമിലിറ്ററി ക്യാന്റീനുകളിൽ ബക്കാഡിക്ക് LDF സർക്കാർ അനുമതി നൽകി എന്ന തരത്തിലാണ് വ്യാഖ്യാനം. എന്നാൽ അവിടങ്ങളിൽ ബക്കാഡി ഉൾപ്പെടെ ഏതെല്ലാം ബ്രാൻഡുകൾ വിൽക്കാമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര പ്രതിരോധ ആഭ്യന്തര വകുപ്പുകളാണ്. നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാനമല്ല. കേന്ദ്ര CSD ബോർഡ് അനുമതി നൽകിയ മദ്യ ബ്രാൻഡുകൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചിട്ടില്ല. ബക്കാഡിക്ക് മാത്രമല്ല, CSD ക്യാന്റീനിലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവുണ്ട്. പക്ഷേ പൊതുമാർക്കറ്റിൽ സ്പിരിറ്റ് അധിഷ്ഠിത ബക്കാഡി വിൽക്കണമെങ്കിൽ 251% നികുതി നൽകണം. ഇതാണ് UDF സർക്കാർ പകുതിയോളം ഇളവ് ചെയ്തു നൽകുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് ഒഴുകിയ കോടികളുടെ കള്ളപ്പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്യാനാണ് UDF സംസ്ഥാന ഭരണത്തെ ഉപയോഗിക്കുന്നത്. മദ്യം വില കുറച്ച് നൽകലാണോ ഈ സർക്കാരിന്റെ മുൻഗണന? പഴങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുക എന്നതായിരുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലുള്ള LDF സർക്കാരിന്റെ സമീപനം. കർഷകരെ സഹായിക്കാനായി ചക്ക, കശുമാങ്ങ എന്നിവിടങ്ങളിൽ നിന്നും മറ്റു പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ അത് മറയാക്കി UDF സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നത് കർഷകരെ സഹായിക്കാനുള്ള തീരുമാനമല്ല. സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൻകിട കമ്പനികളുടെ റെഡി ടു ഡ്രിങ്ക് മദ്യങ്ങൾക്ക് നികുതി കുറച്ചുകൊടുത്ത് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരിയിലേക്ക് തള്ളിവിടുകയാണ് ഈ സർക്കാർ. നികുതി ഇളവ് സംബന്ധിച്ച ബഡ്ജറ്റ് നിർദ്ദേശം UDF-ൽ ചർച്ച ചെയ്തു മാത്രമേ നടപ്പാക്കൂ എന്നാണല്ലോ മുഖ്യമന്ത്രി പ്രസ്താവിച്ചത്. പക്ഷേ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യനികുതി 10% വരെയുള്ളതിന് 120%, 10 മുതൽ 20% വരെയുള്ളതിന് 175%മായി ഇളവ് ചെയ്യാനുള്ള ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹോട്ടി വൈൻ കാറ്റഗറിയോട് ചേർത്താണ് ഭേദഗതി നിർദ്ദേശം. ആദ്യമായാണ് വീര്യം കുറഞ്ഞ സ്പിരിറ്റ് അധിഷ്ഠിത IMFL കാറ്റഗറിക്ക് സംസ്ഥാനത്ത് നികുതി ഇളവ് നൽകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാൻ LDF സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് ഫിനാൻസ് ബില്ലിൽ നികുതി ഇളവ് നിർദ്ദേശം ചേർത്തത്? അതുകൊണ്ട് തന്നെ UDF ഉയർത്തിയ ദുരാരോപണങ്ങൾ പൊളിഞ്ഞു. ബഡ്ജറ്റിനൊപ്പം നികുതി ഇളവുകൾ പരാമർശിക്കുന്ന ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ നിയമമാകും. അത് നടപ്പാക്കുന്നത് തടയാൻ UDF-ന് നിയമപരമായി കഴിയില്ല. ബില്ല് പാസായി നിയമത്തിന്റെ ഭാഗമാകുന്ന നികുതി നിർദ്ദേശം എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കാനും കഴിയില്ല. നികുതി ഇളവിനുള്ള നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ചേർത്ത ശേഷം UDF ചർച്ചയ്ക്ക് എന്തു പ്രസക്തി? ഈ പുകമറ മദ്യ കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണ്. അതീവ രഹസ്യമായ ഒരു സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം ഉണ്ടാക്കാനുള്ള ഗൂഢ നീക്കമാണിത്. എക്സൈസ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും പുതിയ മദ്യനയത്തിലെ തീരുമാനമുണ്ടാകൂ എന്നുമാണ്. വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്ര തിടുക്കപ്പെട്ട് 600 കോടിയുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചത്? എക്സൈസ് മന്ത്രിയെ വെറും ഒരു കാഴ്ചക്കാരനാക്കി മദ്യലോബിയുടെ താല്പര്യം ബഡ്ജറ്റിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭ അറിയാതെയാണ് ഇതെല്ലാം. അതാത് വകുപ്പിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സുതാര്യ നടപടിക്രമത്തിൽ നിന്നും മാറി ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സ്വന്തം താല്പര്യം മറ്റ് വകുപ്പുമേൽ അടിച്ചേൽപ്പിച്ചു.
കോൺഗ്രസിലെ ഒരു വിഭാഗവും ഘടകകക്ഷികളും ഉന്നയിച്ച എതിർപ്പും ആശങ്കയും മദ്യനികുതി ഇളവ് കൂട്ടായ തീരുമാനമായിരുന്നില്ല എന്നതിന്റെ തെളിവാണ്. UDFന്റെ ഇരട്ടത്താപ്പും കാപട്യവും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്തുണ്ടായിരുന്നത് 5 സ്റ്റാർ കൂടാതെ 730 ബാറുകളായിരുന്നു. അതിൽ 418 എണ്ണം ലൈസൻസ് പുതുക്കാതിരുന്നത് സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. 418 ബാറിൽ അടിസ്ഥാന സൗകര്യമില്ലെന്നും നിയമപ്രകാരമുള്ള തരം തിരിവില്ലെന്നുമായിരുന്നു CAGയുടെ കണ്ടെത്തൽ. ഇതിനൊപ്പം സുപ്രീം കോടതിയുടെ അന്ത്യശാസനവും ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ നിർദ്ദേശവുമായിരുന്നു ബാർ അടയ്ക്കുന്നതിലേക്ക് നയിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ ലൈസൻസ് നീട്ടിക്കൊടുത്തതിനെ തുടർന്നാണ് 2014 മാർച്ച് 5-ന് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം വന്നത്. അതോടെ ഏപ്രിൽ 1 മുതൽ ലൈസൻസ് പുതുക്കി നൽകാനായില്ല. ബാറുകൾ പൂട്ടുന്നതിനെതിരായുള്ള ഉമ്മൻചാണ്ടിയും എക്സൈസ് മന്ത്രി K ബാബുവും പുതുതായി 6 ബാറുകൾക്ക് അനുമതി നൽകിയതിനെ അന്നത്തെ KPCC പ്രസിഡന്റ് എതിർത്തതോടെയാണ് അവശേഷിക്കുന്ന 312 ബാറുകൾ കൂടി പൂട്ടാൻ തീരുമാനിച്ചത്. പകരം എല്ലാത്തിനും ബിയർ പാർലർ ലൈസൻസുകൾ നൽകി. ചില്ലറ മദ്യവിൽപ്പനശാലകൾ ഒന്നും അടച്ചില്ല. ഫലത്തിൽ ബാറുകൾ പൂട്ടിയതുകൊണ്ട് ഉപഭോഗത്തിൽ കുറവുണ്ടായില്ല. ഈ തലതിരിഞ്ഞ നയം കാരണം അന്ന് സർക്കാരിന് നഷ്ടമായത് 1800 കോടിയോളം രൂപയുടെ നികുതി വരുമാനമാണ്. ടൂറിസം മേഖലയിൽ 2000-ലേറെ കോടിയുടെ നഷ്ടമുണ്ടായി. സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. തൊഴിലാളികൾക്ക് പണമില്ലാതായി. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപനം ശക്തമാണെന്ന് റിപ്പോർട്ട് വന്നു. ഈ പാളിച്ചകൾ തിരുത്തി കർശന നിയന്ത്രണങ്ങളോടെ 3, 4, 5 സ്റ്റാർ ഹോട്ടലുകളുടെ ലൈസൻസ് പുതുക്കി. ഇപ്പോൾ 896 ബാറാണുള്ളത്. സാമ്പത്തിക ടൂറിസം മേഖലകളെ സംരക്ഷിച്ചത് LDF സർക്കാരായിരുന്നു. ഗ്രൂപ്പ് പോരിന്റെ മറവിൽ ബാറുകൾ പൂട്ടി സാമ്പത്തിക ഭദ്രത തകർത്തവരാണ് ഇന്ന് വഴിവിട്ട നികുതി ഇളവ് നൽകിയത്. LDF കാലത്ത് ബാർ സമയക്രമീകരണം പോലുള്ള ഭരണപരമായ നടപടികളിൽ പോലും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്ന് വലിയ പ്രതിഷേധം നടത്തി. ഇപ്പോൾ ഈ സംഘടനകളൊക്കെ മൗനത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ടീം UDF ഇപ്പോൾ കേൾക്കാനില്ല. മദ്യ കമ്പനികളും തീരം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന കുത്തകകളുമാണ് ഇന്ന് ടീം UDFലെ സഖ്യകക്ഷികൾ. സർക്കാരിന്റെ നീക്കം എങ്ങോട്ടാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. നാടിനെ കുത്തകകൾക്ക് തീരെഴുതുന്ന മദ്യത്തിൽ മുക്കുന്ന ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരെ ജനങ്ങൾ അണിചേരുമെന്നാണ് പിണറായി വിജയൻ ഇന്ന് ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുള്ളത്.